ഈ ചെറുപ്പക്കാരനെ സഹായിക്കാൻ എന്നുള്ള വ്യാജേന ഒട്ടനവധി വ്യാജന്മാർ ഇദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരാണെന്ന് അഭിനയിക്കുന്നവരും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണ് മറ്റ് അതിജീവിതമാർ അവരതുവരെ ക്ഷമിച്ച് സഹിച്ച് ദുഷ്പേര് ഓർത്ത് മാനക്കേട് ഓർത്ത് മിണ്ടാതിരിക്കുക അവരും രംഗത്ത് വന്നു. ഈ ആരാധകർക്കും പുള്ളിയുടെ സ്തുതിഗായകർക്കും രാഹുലും ഈശ്വര അടക്കമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സീതാദേവി കുഞ്ഞമ്മ അടക്കമുള്ള മാന്യ വ്യക്തികൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം. സമീപകാലത്തൊന്നും ആരും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിലുള്ള അവഹേളനം പുള്ളി അനുഭവിക്കേണ്ടി വന്നില്ല. ഇതുകൊണ്ട് സംസ്ഥാനത്തുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാം എന്നായിരിക്കും ഒരുപക്ഷെ വിജയൻ സഖാവ് ആലോചിക്കുന്നത്. ദൈവമേ, എൻ്റെ മിത്രങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, എൻ്റെ ശത്രുക്കളെ ഞാൻ തന്നെ നേരിട്ടോളാം എന്ന് പണ്ടാരണ്ടും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ആരാണ് പറഞ്ഞതെന്നോ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നോ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ വചനം ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് നമ്മുടെ കോൺഗ്രസ് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണ്. രാഹുൽ നമ്മളറിയാവുന്ന പോലെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ കോടതി ജാമ്യം വൈകാതെ അനുവദിച്ചേക്കാം. മറ്റ് കേസുകളിലും അദ്ദേഹം ജാമ്യത്തിലാണ്, അല്ലെങ്കിൽ ജാമ്യ അപേക്ഷ പരിഗണനയിലിരിക്കുകയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും എണ്ണപ്പെട്ട അഭിഭാഷകരാണ് രാഹുലിന് വേണ്ടിയിട്ട് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശാസ്തമംഗലം അജിത്ത് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ അഭിഭാഷകനാണ്. ഹൈക്കോടതിയിൽ എസ് രാജീവ് എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭനായ വളരെ സൗമ്യനായ ഏത് കോടതിയിൽ നിന്നും ഒരു ഉത്തരവൊക്കെ കൈ നനയാതെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു അഭിഭാഷകനാണ്. അപ്പോൾ ഇങ്ങനെ പ്രഗത്ഭരായ അഭിഭാഷകർ കൃത്യമായിട്ടുള്ള നിയമ സഹായം അദ്ദേഹത്തിന് ഉറപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരനെ സഹായിക്കാൻ എന്നുള്ള വ്യാജേന ഒട്ടനവധി വ്യാജന്മാർ ഇദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരാണെന്ന് അഭിനയിക്കുന്നവരും രംഗത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇതുപോലെയുള്ള ആളുകളാണ് ഇദ്ദേഹത്തിന് കുഴി കുഴിച്ചതും കുഴിയിൽ പുള്ളിയെ ചാടിച്ചതും. നമുക്കറിയാം പുള്ളിക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണം ആദ്യം ഉയർന്നു വരുന്നത് ഒരു പേരുമില്ലാത്ത ഒരു വാട്സപ്പ് സംഭാഷണത്തിൽ കൂടിയാണ്. ഒരു അതിജീവിത എന്ന് പറയപ്പെടുന്ന സ്ത്രീയും ഇദ്ദേഹവും തമ്മിലുള്ള സംഭാഷണം അത് നാട്ടിൽ പടർന്നു പിടിക്കുന്നു. ഇതാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇത് ഒരു ചാനലിലെ പ്രവർത്തകയാണെന്ന് പറയുന്നു, മറ്റൊരു ചാനലിലാണെന്ന് പറയുന്നു, മൂന്നാമതൊരു ചാനലാണെന്ന് പറയുന്നു. ഇത് ഇങ്ങനെ ഒരാളേ ഇല്ല, ഇത് വ്യാജ നിർമ്മിതിയാണ് എന്ന് പറയുന്നു. രാഹുൽ ഇത് നിഷേധിക്കുന്നുമില്ല, സ്ഥിരീകരിക്കുന്നുമില്ല. അങ്ങനെ മൊത്തത്തിലൊരു അവ്യവസ്ഥ നിലനിൽക്കുന്നു. അതിനിടയിൽ ഇത് ഏതാണ്ട് ഇന്നയാളാണ് എന്ന രീതിയിൽ ഐഡൻറ്റിഫിക്കേഷൻ വരും. അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. രാഹുലിനെ സഹായിക്കാൻ എന്ന വ്യാജേന ചില കുബുദ്ധികളാണിത് പുറത്തു കൊണ്ടുവന്നത്. ഈ ശബ്ദത്തിനുടമയായ സ്ത്രീ ഇന്നയാളാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ വിവാഹ ഫോട്ടോ പ്രസിദ്ധീകരിക്കും. ഇവർ വിവാഹിതയാണോ അല്ലയോ എന്ന വിഷയത്തെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നു. അവരുടെ ഐഡൻറ്റിറ്റി പുറത്താകുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളടക്കം ഈ വിഷയത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു. ഇവരുടെ മുൻ ഭർത്താവ്, അവരുടെ പിതാവ്, സഹോദരി, അങ്ങനെ ആ കുടുംബം മൊത്തം ഈ അപവാദത്തിലേക്ക്, ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് ആ സ്ത്രീ പോലീസിൽ പരാതി കൊടുക്കുന്നത്. അങ്ങനെയാണ് രാഹുലിൻ്റെ ആദ്യത്തെ നിയമ നടപടികൾ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് നിയമ നടപടിയില്ല. ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ പുള്ളിയുടെ വാരിക്കുഴി ഒരുക്കുകയായിരുന്നു. അത് കഴിഞ്ഞു, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു അഭിഭാഷക എന്ന് പറയപ്പെടുന്നൊരു സ്ത്രീ ഈ അതിജീവിതയെ അതികഠിനമായി അതിനിശിതമായി ആക്ഷേപിച്ചുകൊണ്ടും അപലപിച്ചുകൊണ്ടും ചവിട്ടി മെതിച്ചുകൊണ്ടും രാഹുലിനെ സഹായിക്കാൻ എന്ന രീതിയിൽ രംഗത്ത് വരികയാണ്. അതുകൊണ്ടാണ് അവരുടെ സർവ്വ നിയന്ത്രണങ്ങളും പോയി പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് പോലീസുകാർ പോലും വിശ്വാസമില്ലാതെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞു. ആദ്യത്തെ കേസുണ്ടായി. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണ് മറ്റ് അതിജീവിതമാർ അവരതുവരെ ക്ഷമിച്ച് സഹിച്ച് ദുഷ്പേര് ഓർത്ത് മാനക്കേട് ഓർത്ത് മിണ്ടാതിരിക്കുക അവരും രംഗത്ത് വന്നത്. ഇത് കഴിഞ്ഞ് ഇദ്ദേഹം പെരുന്നയിൽ പോയി വലിയ വീരവാദം മുഴക്കിയപ്പോഴാണ് മൂന്നാമത്തെ അതിജീവിത കാനഡയിൽ നിന്ന് ഇമെയിൽ വഴിക്ക് പരാതി കൊടുത്തത്. അപ്പോൾ ആരാണ് ഇദ്ദേഹത്തിന് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? ആരാണ് ഇങ്ങനെ വെല്ലുവിളിക്കാനായിട്ട് ശക്തി പകരുന്നത് എന്ന് നമുക്കറിയില്ല. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ അബ്ദുൾ നാസർ മദനിയുടെ കാര്യമാണ്. അബ്ദുൾ നാസർ മദനി കോയമ്പത്തൂർ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ മുൻനിർത്തി കേരളത്തിൽ നടന്ന ചില അക്രമ സംഭവങ്ങൾ, ഇപ്പോൾ പത്തനംതിട്ടയിൽ PDPക്കാർ
പെട്രോൾ ബങ്കിന് തീ വെച്ചതും വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടതുമായ സംഭവം. തെന്മല കേരള തമിഴ്നാട് ബോർഡറിൽ കിടന്നിരുന്ന ലോറികൾ അടിച്ച് തകർത്ത് ആഘോഷം നടത്തിയത്, കളമശ്ശേരിയിൽ ബസ് കത്തിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് അബ്ദുൾ നാസർ മദനിക്ക് ഈ കേസിൻ്റെ വിചാരണ തീരുന്നവരെ ജാമ്യം കിട്ടാതെ കിടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ ജാമ്യം കിട്ടുമായിരുന്നു. ഓരോ തവണ ജാമ്യ ഹർജി വരുമ്പോഴും ഈ പ്രോസിക്യൂട്ടർമാർ പറയും, ഇയാൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല, പുള്ളിയുടെ ആരാധകരും അനുയായികളും പാർട്ടിക്കാരും കേരളത്തിലെമ്പാടും അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ബസ് കത്തിച്ച കാര്യം, അതുപോലെ ട്രക്കുകൾ തല്ലി തകർത്ത കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾ തടഞ്ഞ കാര്യം, ഈ വക അക്രമ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് കോടതി കൊടുക്കും. കോടതി വിചാരിക്കും ഇയാളെ പുറത്തു വിട്ടാൽ വലിയ പ്രശ്നവും, പുള്ളി കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ. പക്ഷേ ആരാധകർക്ക് അതുകൊണ്ട് ചില ഗുണം കിട്ടി. ഓരോ തവണയും ഇവർ ഇദ്ദേഹത്തിൻ്റെ കേസ് നടത്താമെന്ന് പറഞ്ഞ് കേരളത്തിലെമ്പാടുമുള്ള മുസ്ലിം പള്ളികളിൽ പിരിവ് നടത്തുകയും ഈ പിരിച്ച കാശ് ഏതാണ്ട് 90%, ചില കേസുകളിൽ 100% വരെ പുള്ളിയുടെ പാർട്ടിക്കാർ പോക്കറ്റിലിടുകയും ഈ കാശ് പിരിച്ച ആളുകൾ പിന്നീട് അധികം വൈകാതെ PDP വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ കണക്ക് കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജയിൽവാസം സുരക്ഷിതമാക്കിയത് ഈ പാർട്ടിക്കാരാണ്, പുള്ളിയുടെ ആരാധകരും അനുഭാവികളും വരും. ഇതുപോലെയുള്ള ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ രാഹുലിനെ മുൻനിർത്തിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധകർക്കും പുള്ളിയുടെ സ്തുതിഗായകർക്കും രാഹുലും ഈശ്വര അടക്കമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കമുള്ള മാന്യ വ്യക്തികൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ ഉള്ളൂ. ഇവരിവിടെ കിടന്നുണ്ടാക്കുന്ന സകല പുകലിനും പൂക്കാരനും ആര് മറുപടി പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് ജാമ്യം കിട്ടാൻ വൈകുന്നത്? അത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ്. കാരണം മറ്റുള്ളവർക്കെതിരെ കേസില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് പുള്ളിയെ തള്ളിവിടുകയാണ്. നേരെ മറിച്ച് CPI-കാരാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു ഇരയെ കിട്ടിയതിന് വലിയ സന്തോഷത്തിലാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇക്കൊരു സാഹചര്യം ഏത് പാർട്ടിയാണെങ്കിലും മുതലെടുപ്പിന് ഉപയോഗിക്കും. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് കൈയൊഴിച്ചിരിക്കുന്നു. BJP-കാരാണെങ്കിൽ പുള്ളി ഏറ്റെടുക്കാൻ തയ്യാറല്ല, അവർ കല്ലെറിയാൻ തയ്യാറായി നിൽക്കുക. CPM-കാരാണെങ്കിൽ നല്ലൊരു അവസരമായിട്ട് ഉപയോഗിച്ച് ഇയാളെ നിയമവിരുദ്ധമായ രീതിയിലാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരുന്നു. ജാമ്യം കിട്ടാതെ ജയിലിലേക്ക് അയക്കുന്നു. അവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു. പോലീസുകാരാണെങ്കിൽ നാട് മുഴുവനും നടത്തി തെളിവെടുപ്പ് നടത്തുന്നു. CPM-കാർ ഇദ്ദേഹത്തെ ചീമോട്ട വലിച്ചെറിയുന്നു, കൂവി വിളിക്കുന്നു. അങ്ങനെ സമീപകാലത്തൊന്നും ആരും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിലുള്ള അവഹേളനം പുള്ളി അനുഭവിക്കേണ്ടി വന്നിരിക്കും. ഇതുകൊണ്ട് സംസ്ഥാനത്തുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാം എന്നായിരിക്കും ഒരുപക്ഷെ വിജയൻ സഖാവ് ആലോചിക്കുന്നത്. അത് എന്തുമാത്രം ഫലപ്രദമാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ ഇടയിലുള്ള വിപ്രതിപത്തി മാറുകയില്ല. പക്ഷേ രാഹുലിനെ ഇങ്ങനെ നടത്തി ചീമോട്ട കൊണ്ട് ഏറ് കൊള്ളിച്ചു എന്ന കാര്യത്തിൽ CPM-കാർക്കും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര പോലീസിനുമൊക്കെ അഭിമാനിക്കാം. അതിനപ്പുറത്തൊന്നും കിട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ മിത്രങ്ങളിൽ എന്നെ രക്ഷിക്കണമേ, ശത്രുക്കളെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം.